നമസ്കാരം. പെൻഡ ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ മാർക്കറ്റ് പോസിറ്റീവിലാണ് തുടങ്ങിയെങ്കിലും നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിലാണ് അവസാനിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,60 ഇതാണ് 29 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 82,186 13 പോയിന്റാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ എല്ലാ സെക്ടറുകളും നിഫ്റ്റി ഫാർമ, മീഡിയ, റിയാലിറ്റി, PSU ബാങ്ക്സ് എല്ലാം മൈനസിലാണ് അവസാനിപ്പിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അടക്കം മൈനസിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം തീരുവ യുദ്ധം തീരുമാനമാകാതെ നീളുന്നു എന്നുള്ളതാണ്. മെക്സിക്കോ അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഓഗസ്റ്റ് 1 മുതലായിട്ട് 30% തീരുവ ചുമത്താനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അതുപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിതിയും അതുപോലെ തന്നെയാണ്. ഏതാണ്ട് 5 വട്ട ചർച്ച കഴിഞ്ഞിട്ടും ഒരിക്കലും തീരുമാനത്തിലെത്താതെയാണ് ഈ താരിഫ് ഡീലിനെ സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകളെല്ലാം അവസാനിച്ചത്. ഇനി അത് ഓഗസ്റ്റ് മധ്യത്തോടുകൂടി ഇനി ചർച്ച പുനരാരംഭിക്കുന്നു എന്നുള്ള സൂചനകളാണ് കേൾക്കുന്നത്. ഡയറി മേഖല അതുപോലെ കാർഷിക മേഖലയിലെ തീരുവ ഇളവിന് ആണ് US പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി ഇന്ത്യൻ സർക്കാർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അവർ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ US ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ട്, അതായത് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് അമേരിക്ക തീരുവ ചുമത്തുന്നത് ഏതാണ്ട് 20% താഴെ വേണമെന്നാണ് ഇന്ത്യയുടെ നിബന്ധന. ഇത് രണ്ടും തീരുമാനമാകാതെ നീളുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വീണ്ടും ഒരു 26% ടാക്സ് ചുമത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ട്രംപ് പുതിയതായിട്ട് 100% താരിഫ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ചുമത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ തീരുവ യുദ്ധം തുടരുക തന്നെയാണ്. അങ്ങനെ ഇന്തോനേഷ്യ തുടങ്ങിയ 1-2 രാജ്യങ്ങളുമായിട്ട് മാത്രമേ ഇത് സെറ്റിൽ ആയിട്ടുള്ളൂ. ഈ അൺസർട്ടനിറ്റി മാർക്കറ്റിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ വ്യവസായ വളർച്ച ഏതാണ്ട് 1.7 മെച്ചപ്പെട്ടത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. അതുകൂടാതെ നമ്മളിവിടെ വന്ന റിസൾട്ടുകളിൽ പേടിഎം, സെൻസാർ ടെക്നോളജീസ്, സി എന്റർടൈൻമെന്റ്, ശ്യാം മെറ്റാലിക്, M&M ഫിനാൻസ്, DCM ശ്രീറാം, മഹാനഗർ ഗ്യാസ്, അതുപോലെ ബജാജ് ഹെൽത്ത് കെയർ എന്നിവയൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് ഇന്ന് പോസ്റ്റ് ചെയ്തത്. കോൺഗ്രേറ്റ് പാം ഒലിവ് പ്രോഫിറ്റ് അല്പം താഴേക്ക് വന്നിട്ടാണ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്ന് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകൾ മൈനസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റുകൾ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് 14 പോയിന്റോളം പ്ലസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് പ്രധാനമായിട്ടും വെയിറ്റ് ചെയ്യുന്നത് ആൽഫബറ്റ്, ടെസ്ല എന്നിവയുടെ റിസൾട്ടാണ്. അതുപോലെ താരിഫിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വാർത്തകളാണ് അമേരിക്കൻ മാർക്കറ്റിനെയും നാളെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.